ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലക്ഷദ്വീപിൽ 1150 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തെ തൃശൂരിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ജമ്മുകശ്മീരിലെത്തും. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. ജപ്പാനിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 മരണം. മരിച്ചത് ഭൂകമ്പ ബാധിത പ്രദേശത്തേക്ക് സഹായവുമായി പോകുകയായിരുന്ന കോസ്റ്റ് ഗാർഡ് വിമാനത്തിലെ അംഗങ്ങൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ലക്ഷദ്വീപിൽ 1150 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കടലിനടിയിലേക്കുള്ള കൊച്ചി ലക്ഷദ്വീപ് ഒപ്റ്റിക്കൽ കണക്ഷൻ പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നു. ദ്വീപിലെ ഇന്റർനെറ്റ് വേഗത 100 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് കടമത്ത് ദ്വീപിൽ ഉദ്ഘാടനം ചെയ്യും. ബാറ്ററി പിന്തുണയോടെയുള്ള സൌരോർജ്ജ പദ്ധതി കവരത്തിയിൽ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ഇന്ത്യ ബറ്റാലിയൻ സമുച്ചയത്തിലെ പുതിയ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യും. കൽപ്പേനിയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ആന്ത്രോത്ത്, ചെത്തിലത്ത്, കടമത്ത്, അഗത്തി, മിനിക്കോയ് ദ്വീപുകളിലെ മാതൃകാ അംഗൻവാടി കേന്ദ്രങ്ങളുടെ ശിലാസ്ഥാപനവും ശ്രീ മോദി നിർവഹിക്കും. ഇന്നലെയാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെത്തിയത്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ 20,000-ലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. റെയിൽ, റോഡ്, എണ്ണ, വാതകം, ഷിപ്പിംഗ്, ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ പദ്ധതികളാണ് നാടിന് സമർപ്പിച്ചത്. തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതായും ശ്രീ മോദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ തൃശൂർ തേക്കിൻകാട് മൈതാനത്താണ് പ്രധാനമന്ത്രി എത്തുന്നത്. വിശദാംശങ്ങളിലേക്ക്. തൃശൂരിൽ ഇന്ന് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. 5 വർഷത്തിനിടെ 3-ാം തവണയാണ് പ്രധാനമന്ത്രി ജില്ലയിലെത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കും. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ BJP കേരള ഘടകം ആദരിക്കും. പ്രധാനമന്ത്രി എത്തുന്നതിനോടനുബന്ധിച്ച് നാടും നഗരവും കനത്ത സുരക്ഷയിലാണ്. 3000-ലധികം പോലീസുകാരെ വിന്യസിപ്പിക്കും. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘം വേറെയും ഉണ്ടാകും. നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മണി മുതലാണ് ഗതാഗത നിയന്ത്രണം. രാവിലെ ലക്ഷദ്വീപിലെ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം ഉച്ചയ്ക്കാണ് ശ്രീ മോദി തൃശൂരിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ജമ്മുകശ്മീർ സുരക്ഷാ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ അവലോകന യോഗം ചേർന്നു. ജമ്മുകശ്മീരിൽ ഉണ്ടാവുന്ന തുടർച്ചയായ ഭീകരാക്രമണ സംഭവങ്ങൾ യോഗം വിലയിരുത്തി. പ്രാദേശിക രഹസ്യാന്വേഷണ സംഘത്തെ ശക്തിപ്പെടുത്തുന്നതിനും സൈനിക, അർദ്ധസൈനിക, പോലീസ് വിഭാഗങ്ങൾക്കിടയിലെ ഏകോപനത്തിനും യോഗത്തിൽ തീരുമാനമായി. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ജമ്മുകശ്മീരിലെത്തും. ഷേർ-ഇ-കശ്മീർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിലും കത്വയിൽ നടക്കുന്ന ബയോടെക് സ്റ്റാർട്ടപ്പ് എക്സ്പോയിലും അദ്ദേഹം പങ്കെടുക്കും. ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് ഹിൻഡൻബർഗ് കമ്പനി നൽകിയ ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യമുൾപ്പെടെയുള്ള ഹർജികൾ ഇന്ന് പരിഗണിക്കും. അദാനിക്കെതിരെ സെബി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഹിൻഡൻബർഗ് കമ്പനി സമർപ്പിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ വർഷം നവംബറിൽ സുപ്രീംകോടതി അറിയിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. ബ്രിക്സിൽ ഔദ്യോഗികമായി മുഴുവൻ സമയ അംഗത്വം നേടി സൌദി അറേബ്യ. ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെയാണ് സൌദി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോളതലത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ അംഗത്വം കൊണ്ട് സാധിക്കുമെന്നും സൌദി അറിയിച്ചു. ഓഗസ്റ്റിലാണ് അർജന്റീന, ഈജിപ്ത്, ഇത്യോപ്യ, ഇറാൻ, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി സംഘടനാംഗത്വം വികസിപ്പിക്കാൻ ബ്രിക്സ് രാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ അംഗീകാരം നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ വിജയകരമായി പര്യടനം തുടരുന്നു. കണ്ണൂർ ജില്ലയിൽ ഇന്ന് തലശ്ശേരി സിറ്റി സെന്റർ, മേലേശോവ, വേങ്ങാട്, മാങ്ങാട്ടിടം എന്നിവിടങ്ങളിൽ പര്യടനം എത്തിച്ചേരും. തിരുവനന്തപുരം ജില്ലയിൽ മടവൂർ, പള്ളിക്കൽ, മണ്ണന്തല, നാലാഞ്ചിറ എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ പര്യടനം. കൊല്ലം ജില്ലയിൽ ഇന്ന് ചവറ, ആലപ്പാട്ട് എന്നീ പഞ്ചായത്തുകളിലാണ് പര്യടനം. എറണാകുളം ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് കോലഞ്ചേരി, ഐക്കരനാടിലും മുഴുവന്നൂരിലും നടക്കും. കോഴിക്കോട് ജില്ലയിൽ തൂണേരി ബ്ലോക്കിലേക്ക് പ്രവേശിക്കുന്ന യാത്ര പുറമേരി, നാദാപുരം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം, സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ്, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം എന്നിവയും സംഘടിപ്പിക്കും. ടോക്കിയോയിലെ ഹാനഡ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കോസ്റ്റ് ഗാർഡ് വിമാനത്തിലുണ്ടായിരുന്ന 5 പേർ മരിച്ചു. അതേസമയം ജപ്പാൻ എയർലൈൻസ് വിമാനത്തിന് തീ പിടിച്ചെങ്കിലും യാത്രക്കാരും ജീവനക്കാരുമടക്കം 379 പേരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ജപ്പാനിൽ ഭൂകമ്പം നടന്ന പ്രദേശത്തേക്ക് സഹായമെത്തിക്കാൻ വന്ന കോസ്റ്റ് ഗാർഡ് വിമാനത്തിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. പൈലറ്റ് മാത്രമാണ് രക്ഷപ്പെട്ടത്. പശ്ചിമ ബംഗാളിലെ അലിപ്പൂർദ്വാരയിൽ 3.5 തീവ്രതയിൽ ഭൂചലനം രേഖപ്പെടുത്തി. രാത്രി 10:55ഓടെ 5 കിലോമീറ്റർ വ്യാപ്തിയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. മണിപ്പൂരിലെ ഉഖ്രൂരിലും 3.0 തീവ്രതയിൽ ഭൂചലനം നേരിട്ടു. അർദ്ധരാത്രി 12:01ഓടെയാണ് മണിപ്പൂരിൽ ഭൂചലനമുണ്ടായത്. ഒരു ചൈനീസ് ഗവേഷണ കപ്പലിനെയും തങ്ങളുടെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കുള്ളിൽ പ്രവർത്തിക്കാനോ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കാനോ അനുവദിക്കില്ലെന്ന് ശ്രീലങ്ക ഇന്ത്യയെ അറിയിച്ചു. ഇന്ത്യയുടെ സുരക്ഷാപരമായ ആശങ്കകൾ മാനിക്കണമെന്ന് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനം. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ ആശങ്കകൾ വളരെ പ്രധാനമാണെന്ന് ദ്വീപ് രാഷ്ട്രം അറിയിച്ചു. ഈ മാസം തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് ശാസ്ത്ര ഗവേഷണ കപ്പലായ സിയാങ് യാങ് ഹോങ് 3 നടത്താനിരുന്ന ജലപര്യവേഷണം അനുവദിക്കില്ലെന്ന് ശ്രീലങ്ക വ്യക്തമാക്കി. ഹമാസ് ഉന്നത നേതാവ് സാലേഹ് അൽ അരൌരിയെ വകവരുത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന. ഹമാസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രയേൽ പ്രതിരോധ സേന ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടില്ല. അതേസമയം ഹമാസ് നേതാവിനെ വകവരുത്തിയ സംഭവത്തിൽ സൈന്യത്തെ അഭിനന്ദിക്കുന്നതായി ഇസ്രയേലി രാഷ്ട്രീയ പ്രവർത്തകനും നയതന്ത്രജ്ഞനുമായ ഡാനി ഡാനോൺ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീരുത്വപരമായ ആക്രമണമായിരുന്നു ഉണ്ടായതെന്നും ഇത്തരം ആക്രമണം പലസ്തീൻ ജനതയുടെ മനോവീര്യം തകർക്കില്ലെന്നും ഹമാസിന്റെ മുതിർന്ന നേതാവ് ഇസാദ് അൽ റിഷ്ക് പ്രതികരിച്ചു. ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം ഡെസേർട്ട് സൈക്ലോൺ രാജസ്ഥാനിലെ മഹാജനിൽ ഇന്നലെ ആരംഭിച്ചു. ഈ മാസം 15 വരെയാണ് അഭ്യാസം. UAEയിലെ സയ്യിദ് ഫസ്റ്റ് ബ്രിഗേഡിയർ നിന്നുള്ള 45 സൈനികരും ഇന്ത്യൻ മെർച്ചന്റ് ഇൻഫൻട്രി റെജിമെന്റിൽ നിന്നുള്ള 45 സൈനികരും യുദ്ധാഭ്യാസത്തിൽ പങ്കാളികളാകും. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് അഭ്യാസം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിന് ഇന്ന് തുടക്കം. കേപ്പ് ടൌണിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നാണ് കളി ആരംഭിക്കുക. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന പരമ്പരയിലെ 3ാമത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 190 റൺസിന്റെ വിജയം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 338 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 148 റൺസ് എടുക്കുന്നതിനിടയിൽ എല്ലാവരും പുറത്താവുകയായിരുന്നു. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ഓസ്ട്രേലിയ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലക്ഷദ്വീപിൽ 1150 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തെ തൃശൂരിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ജമ്മുകശ്മീരിലെത്തും. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. ജപ്പാനിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 മരണം. മരിച്ചത് ഭൂകമ്പ ബാധിത പ്രദേശത്തേക്ക് സഹായവുമായി പോവുകയായിരുന്ന കോസ്റ്റ് ഗാർഡ് വിമാനത്തിലെ അംഗങ്ങൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.